നമസ്കാരം. എല്ലാവർക്കും ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട 27 നക്ഷത്രങ്ങളിൽ 22ാമത്തെ നക്ഷത്രമായ തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. മകരം രാശിയിൽ ഉൾപ്പെടുന്ന ഈ നക്ഷത്രത്തിൻ്റെ രാശ്യാധിപൻ ശനിയും ദശാനാഥൻ ചന്ദ്രനുമാകുന്നു. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സാമാന്യേന സൗഭാഗ്യവും സൗന്ദര്യവും കൊണ്ട് അനുഗ്രഹീതരായിരിക്കും. ഇവർ പൊതുവെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ വളരെ സന്തോഷിക്കുകയും അതുപോലെ നിസ്സാര കാര്യങ്ങളിൽ പോലും വളരെയധികം സങ്കടപ്പെടുകയും ചെയ്യുന്നവരാണ്. മറ്റുള്ളവരുടെ ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും പങ്കുചേരുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ കഴിവിനനുസരിച്ച് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഇവർക്ക് പക്ഷേ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ പലപ്പോഴും കഴിയാറില്ല. ആര് തന്നെയായാലും സമയമോ സന്ദർഭമോ നോക്കാതെ പ്രതികരിച്ചെന്നും വരാം. ഇങ്ങനെയുള്ള ഇവരുടെ ഈ സ്വഭാവം കൊണ്ട് പലരും ഇവരെ തൻ്റേടികളെന്നും സംശയിച്ചേക്കാം. എന്നാൽ ഇവരോട് അടുത്ത് ഇടപഴകുമ്പോൾ ഇവർ വലിയ ശുദ്ധഗതിക്കാരാണെന്ന് മനസ്സിലാവുന്നതാണ്. നിസ്സാര കാര്യങ്ങളെ ചൊല്ലി ജീവിത പങ്കാളിയുമായി തർക്കങ്ങൾ ഉണ്ടാകുമെങ്കിലും ഇവരുടെ ദാമ്പത്യ ജീവിതം തൃപ്തികരമായിരിക്കും. തിരുവോണം നാളിൽ ജനിച്ച പുരുഷന്മാരുടെ ഭാര്യമാർ ഗൃഹഭരണത്തിൽ വലിയ സമർത്ഥകളായിരിക്കും. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ആദ്യം പറഞ്ഞ ഫലങ്ങൾക്ക് പുറമേ കുടുംബത്തിന് ഒരലങ്കാരമായിരിക്കും എന്നാണ് പറയുന്നത്. നല്ല സംഭാഷണ ചാതുര്യമുള്ള ഇവർ സംഗീതാദി കലകളിലും താൽപ്പര്യമുള്ളവരായിരിക്കും. ചതയം, ഉത്രട്ടാതി, അശ്വതി, മകം, പൂരം ഈ നാളുകാരുമായുള്ള സൗഹൃദങ്ങളോ കൂട്ടുപ്രവർത്തനങ്ങളോ തിരുവോണം നാളുകാർക്ക് ശുഭകരമല്ല. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജനനം ചന്ദ്രദശയിലാണ്. ചന്ദ്രദശയ്ക്കു ശേഷം ചൊവ്വാദശ, രാഹുർദശ, വ്യാഴദശ, ശനിദശ, ബുധദശ എന്നിങ്ങനെ ദശാകാലങ്ങൾ വരുന്നു. തിരുവോണം നക്ഷത്രത്തിൻ്റെ മൃഗം വാനരൻ, വൃക്ഷം എരിക്ക്, ഗണം ദേവഗണം, യോനി പുരുഷയോനി, പക്ഷി കോഴി, ഭൂതം വായു, ദേവത വിഷ്ണു. ഇവരുടെ പക്ഷിവൃക്ഷ മൃഗാദികളെ വളർത്തുന്നതും ഭൂതദേവതകളെ ഉപാസിക്കുന്നതും ആയുരാരോഗ്യ സൗഖ്യത്തിനും ഐശ്വര്യത്തിനും ഗുണകരമാണ്. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓരോരുത്തരുടെയും ഗ്രഹനിലയിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം, ബലം, ഗ്രഹദൃഷ്ടി എന്നിവയ്ക്കനുസരിച്ച് സ്വഭാവത്തിലും ഈ പറഞ്ഞ പൊതുഫലങ്ങളിലും കുറച്ചൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ഈ അറിവ് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ. നന്ദി, നമസ്കാരം.